Hi students, welcome to Electron College. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നോയ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന വേരിയസ് ടൈപ്പ് ഓഫ് നോയ്സസ്. അപ്പോൾ നോയ്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നോയ്സ് എന്ന് പറയുന്നത് എന്താണ്? അൺവാണ്ടഡ് ഡിസ്റ്റർബൻസ് ഒക്കറിങ് ഇൻ എ സിഗ്നൽ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്തുണ്ടാവുന്ന ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് സിഗ്നൽസിനെയാണ് നമ്മൾ നോയ്സ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നോയ്സിനെ മെയിനായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: എക്സ്റ്റേണൽ നോയ്സ് ആൻഡ് ഇൻറ്റേർണൽ നോയ്സ്. സോ ഈ എക്സ്റ്റേണൽ നോയ്സിനെയും ഇൻറ്റേർണൽ നോയ്സിനെയും വീണ്ടും നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ്ലി എക്സ്റ്റേണൽ നോയ്സ് എന്താണെന്ന് നോക്കാം. എക്സ്റ്റേണൽ നോയ്സ് മീൻസ് ഇറ്റ് ഈസ് ദ നോയ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു സം എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ലൈറ്റ്നിങ് എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്റ്റേണൽ സോഴ്സാണ്. എന്ന് വെച്ചാൽ ഇറഗുലാരിറ്റീസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. സോ നമ്മൾ അതിനെ ജനറലായിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് നോയ്സ് എന്ന് പറയും. സോ ഈ എക്സ്റ്റേണൽ നോയ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് അറ്റ്മോസ്ഫിയറിക് നോയ്സ്. അതുപോലെ തന്നെ എക്സ്ട്രാ ടെറിസ്റ്ററിയൽ നോയ്സ് സച്ച് ആസ് സോളാർ നോയ്സ്, കോസ്മിക് നോയ്സ്, ദെൻ ഇൻഡസ്ട്രിയൽ നോയ്സ്. ഇതെല്ലാം നമ്മൾ എക്സ്റ്റേണൽ നോയ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ നോയ്സ്? അറ്റ്മോസ്ഫിയറിക് നോയ്സ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ നോയ്സ് സച്ച് ആസ് സോളാർ നോയ്സ്, കോസ്മിക് നോയ്സ്, ദെൻ ഇൻഡസ്ട്രിയൽ നോയ്സ്. ഇതെല്ലാം നമുക്ക് എക്സ്റ്റേണൽ നോയ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. സോ നമുക്ക് അടുത്ത ഇൻറ്റേർണൽ നോയ്സ് നോക്കാം. ഇൻറ്റേർണൽ നോയ്സ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ഇൻറ്റേർണൽ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ റിസീവറിൽ, മെയിനായിട്ടും റിസീവർ സെക്ഷനിൽ ഉണ്ടാവുന്ന നോയ്സുകളാണ് ഇൻറ്റേർണൽ നോയ്സ് എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ വിത്തിൻ ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുന്ന നോയ്സിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ നോയ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇൻറ്റേർണൽ നോയ്സ് ക്ലാസിഫിക്കേഷൻസ്. ഫസ്റ്റ് വൺ, ഷോർട്ട് നോയ്സ്. സോ വാട്ട് ഈസ് ഷോർട്ട് നോയ്സ്? ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താണ്, നമ്മൾ ആംപ്ലിഫയറിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു നോയ്സാണ് ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റാൻഡം മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഡ്യൂ ടു ദ റാൻഡം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്കാറ്ററിങ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്, അതുകൊണ്ടുണ്ടാകുന്ന ഒരു നോയ്സാണ് ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. നമ്മളതിനെ ഷോർട്ട് എഫക്റ്റ് എന്നൊക്കെ പറയും. സോ ഇതാണ് അതിൻ്റെ റീസൺ, ഡ്യൂ ടു ദ റാൻഡം മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് അല്ലെങ്കിൽ ഡ്യൂ ടു ദ റാൻഡം മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഫോട്ടോൺസ് എന്നൊക്കെ പറയും. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ തെർമൽ നോയ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ അടുത്ത രണ്ട് പോയിന്റ്സ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഹാസ് യൂണിഫോം സ്പെക്ട്രൽ ഡെൻസിറ്റി ലൈക്ക് തെർമൽ നോയ്സ്. ഇപ്പോൾ സിമിലർ ടു തെർമൽ നോയ്സ്, അതിൻ്റെ യൂണിഫോം സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയാണ് തെർമൽ നോയ്സ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് തെർമൽ നോയ്സ് ആണ്. സോ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ഉള്ള പോയിന്റ്സ് ആണ് ഈ പറയുന്നത്. ഇറ്റ് ഹാസ് യൂണിഫോം സ്പെക്ട്രൽ ഡെൻസിറ്റി ലൈക്ക് തെർമൽ നോയ്സ്. ദെൻ അടുത്തൊരു ഡിഫറൻസ് ആണ് തെർമൽ നോയ്സുമായിട്ട് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ദ നോയ്സ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ current flowing and has no relationship to the temperature at which the system is operating. So it is a difference between thermal noise and short noise. That is, unlike thermal noise, this noise is dependent upon the current flowing and has no relationship to the temperature at which the system is operating. സോ ടെമ്പറേച്ചറുമായിട്ട് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ഇല്ല. നമുക്കിവിടെ നോയ്സ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ടുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പറയുന്നത്. തെർമൽ നോയ്സ് കേസുകളിൽ അങ്ങനല്ല. തെർമൽ നോയ്സിന് ടെമ്പറേച്ചറുമായിട്ടൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. ദെൻ ഷോർട്ട് നോയ്സ് ഈസ് മോർ അപ്പാരൻറ്റ് ഓൺ ഡിവൈസസ് സച്ച് ആസ് PN ടണലിംഗ് ജംഗ്ഷൻസ്, അല്ലെങ്കിൽ ഡയോഡ്സിലായിരിക്കും ഈ ഒരു ഷോർട്ട് നോയ്സ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതാണ് അടുത്ത പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഷോർട്ട് നോയ്സ് ഈസ് മോർ അപ്പാരൻറ്റ് ഇൻ ഡിവൈസസ് സച്ച് ആസ് PN ടണലിംഗ് ജംഗ്ഷൻസ്. ടണലിംഗ് മെക്കാനിസം, ടണൽ ഡയോഡ്സിനകത്തൊക്കെ നടക്കുന്ന ടണൽ മെക്കാനിസം, റിവേഴ്സ് ബയസിൽ നടക്കുന്ന ഒരു മെക്കാനിസമാണ് ടണലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം ടണലിംഗ് ജംഗ്ഷൻസിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചാൻസ് ഉള്ള ഒരു നോയ്സാണ് ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. സോ ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ടുമായിട്ട് ഇതിനൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്? ഫോർ ഡയോഡ്സ് ഇറ്റ് ഈസ് ദ മീൻ സ്ക്വയർ ഷോർട്ട് നോയ്സ്. സോ ദ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറണ്ട്, നോയ്സ് കറണ്ടിൻ്റെ ഇക്വേഷനാണ്.
IN square is equal to 2 into I plus 2I0 QB. സോ ഇത് ബാൻഡ് വിഡ്ത്തുമായിട്ട് എങ്ങനെയാണ് റിപ്പൻഡ് ചെയ്തേക്കുന്നത്? നോയ്സ് കറണ്ട് റൂട്ട് ഓഫ് ബി ആണ്. IN സ്ക്വയർ ആണ്, നമ്മൾ മെയിൻ സ്ക്വയർ ഷോർട്ട് നോയ്സ് കറണ്ട് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ടാണ് IN സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു I പ്ലസ് 2I0 QB എന്ന് എഴുതിയിരിക്കുന്നത്. ഡയോഡിൻ്റെ കേസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണിത്. ബി എന്ന് പറയുന്നത് നോയ്സ് ബാൻഡ് വിഡ്ത്ത് ആണ്, എഫക്റ്റീവ് നോയ്സ് ബാൻഡ് വിഡ്ത്ത്. അത് കറണ്ടുമായിട്ട് റൂട്ട് ഓഫ് IN ഈക്വൽ റൂട്ട് ഓഫ് ബി നമുക്ക് പറയാം, പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് പി. I0 റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ് ഡയോഡിൻ്റെ കേസിലെ. I ഈസ് ദ ഡയറക്റ്റ് കറണ്ട് ഫ്ലോയിങ് അക്രോസ് ദ ജംഗ്ഷൻ. സോ ഇതാണ് നമ്മുടെ റിലേഷൻ. ഇത് എങ്ങനെയാണ് നോയ്സ് കറണ്ട്, ഷോർട്ട് നോയ്സ് കറണ്ട് എങ്ങനെയാണ് ബാൻഡ് വിഡ്ത്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അത് അറിഞ്ഞിരിക്കണം ഇക്വേഷൻ. ദെൻ ഫോർ ആംപ്ലിഫൈങ് ഡിവൈസ് ദ ഷോർട്ട് നോയ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ട്രാൻസ് കണ്ടക്ടൻസ്. അത് നമുക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുമ്പം I ബൈ ട്രാൻസ് കണ്ടക്ടൻസ് ഇവിടെ കറണ്ടുമായിട്ട് ഡിപ്പെൻഡൻസ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ trans conductance also. That is, short noise is inversely proportional to trans conductance and it is directly proportional to current. കറണ്ടുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് ആയിട്ട് അതെന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് തെർമൽ നോയ്സ് ആണ്. സോ തെർമൽ നോയ്സ് എന്ന് പറയുന്നത് ഡ്യൂ ടു ദ തെർമൽ, നമ്മളത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് വാല്യൂ ആണ് ഈ തെർമൽ നോയ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ റീസൺ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ തെർമൽ മോഷൻ, നമ്മളതിനെ ബ്രൗണിയൻ മോഷൻ എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്തിൻ ദ കണ്ടക്ടർ. സോ ഇതാണ് അതിൻ്റെ റീസൺ. തെർമൽ നോയ്സിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ റെസിസ്റ്റേഴ്സ് ആക്ട്സ് ആസ് എ സോഴ്സ് ഓഫ് തെർമൽ നോയ്സ്. സോ അത് ആറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, റെസിസ്റ്റൻസ് ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ റെസിസ്റ്റർ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് തെർമൽ നോയ്സ്. ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്, തെർമൽ മോഷനോ അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ നേരത്തെ ഒരു റാൻഡം മോഷൻ പറഞ്ഞു, ഷോർട്ട് നോയ്സ്, റാൻഡം മോഷൻ ഓഫ് കാരിയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെയും ഫോട്ടോൺസിൻ്റെയും റാൻഡം മോഷൻ കൊണ്ടുണ്ടാവുന്നതാണ് ഷോർട്ട് നോയ്സ്. ഇവിടെ നിന്ന് പറയുന്നത് തെർമൽ മോഷനാണ്. അതേപോലെ തന്നെ നമുക്കറിയാം 0 ഡിഗ്രി കെൽവിനിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആണ്. കാരണം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതനുസരിച്ച് തെർമൽ നോയ്സ് ഇൻക്രീസ് ചെയ്യും. സോ ഈ പോയിന്റ് ഓർത്ത് വെച്ചുക, ദിസ് വാല്യൂ 0 അറ്റ് അബ്സല്യൂട്ട് 0 ഡിഗ്രി കെൽവിൻ. ദെൻ ദ ആവറേജ് വോൾട്ടേജ് ഫ്രം ദിസ് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഈസ് 0 ബട്ട് പവർ ഈസ് നോട്ട് 0. ആവറേജ് വോൾട്ടേജ് വാല്യൂ 0 ആയിരിക്കും, ബട്ട് പവർ നോട്ട് 0 ആയിരിക്കും. ഈ തെർമൽ നോയ്സിനെ നമ്മൾ ജോൺസൺ നോയ്സ് അല്ലെങ്കിൽ ജോൺസൺ നൈക്വിസ്റ്റ് നോയ്സ് എന്ന് അറിയപ്പെടുന്നത് തെർമൽ നോയ്സിനെയാണ്. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. തെർമൽ നോയ്സിൻ്റെ വേറൊരു പേരാണ് ജോൺസൺ നോയ്സ് അല്ലെങ്കിൽ ജോൺസൺ നൈക്വിസ്റ്റ് നോയ്സ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. സോ അതാണ് തെർമൽ നോയ്സ്. ദെൻ ഇവിടെ കുറച്ച് റിലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആവറേജ് തെർമൽ നോയ്സ് പവർ, അതിൻ്റെ ഇക്വേഷൻ K ഇൻറ്റു T ഇൻറ്റു B ആണ്. K ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, T ടെമ്പറേച്ചർ, B ഇസ് ദ എഫക്റ്റീവ് ബാൻഡ് വിഡ്ത്ത്, നോയ്സ് ബാൻഡ് വിഡ്ത്ത് ആണ് B എന്ന് പറയുന്നത്. സോ ആവറേജ് തെർമൽ നോയ്സ് പവറിൻ്റെ ഇക്വേഷൻ ഇതാണ്, K ഇൻറ്റു T ഇൻറ്റു B. അതേപോലെ തന്നെ നമ്മൾ ഈ തെർമൽ നോയ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് KT/2. KT എന്ന് പറയുന്നത് N0 ഈക്വലൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ KTക്ക് പകരം N0 എന്നും നമ്മൾ എഴുതിയിരിക്കുന്നത്. ദെൻ RMS വാല്യൂ ഓഫ് തെർമൽ നോയ്സ്. വാട്ട് ഈസ് RMS വാല്യൂ ഓഫ് തെർമൽ നോയ്സ്? ഈ ഇക്വേഷനും RMS വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് √4KTBR. ഇവിടെയും അത് എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കാം. സോ √4KTBR, K ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, B അറിയാം ബാൻഡ് വിഡ്ത്ത്, T ടെമ്പറേച്ചർ, R റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ഇതാണ് തെർമൽ നോയ്സ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ RMS വാല്യൂ ആണ്. ദെൻ ഇവിടെ കറണ്ടിൻ്റെ റിലേഷൻ, RMS നോയ്സ് കറണ്ടിൻ്റെ ഇക്വേഷൻ √4GKTB. സോ G എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണ്. സോ ഈ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് എങ്ങനെയാണ് ബാൻഡ് വിഡ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്, ഇത് ട്രാൻസ് കണ്ടക്റ്റൻസുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്, തെർമൽ നോയ്സിൻ്റെ കേസിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എത്ര ആണ്, ഈ രീതിയിലൊക്കെ നമുക്ക് പഠിച്ചു വെക്കണം. കാരണം ക്വസ്റ്റ്യൻസ് ആ രീതിയിലൊക്കെ ചോദിക്കാം. സോ ഈ റിലേഷൻസ് പവറിൻ്റെത്, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, അതേപോലെ തന്നെ തെർമൽ നോയ്സ് വോൾട്ടേജ്.
then അതുപോലെ തന്നെ thermal noise current equations. Then നമുക്കൊരു സ്പെഷ്യൽ കേസായിട്ട് നമുക്കൊരു കാര്യം പറയാം. ഇഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, റെസിസ്റ്റേഴ്സ് ഇപ്പോൾ R1 R2 R3 R1 R2 R3 ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഇതിങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്നറിയാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ഇവിടുത്തെ എഫക്റ്റീവ് നോയ്സ് വോൾട്ടേജ് എന്താണ്? നമ്മൾ നോയ്സ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇവിടെ പറഞ്ഞിരുന്നു. EN = √4kTBR. അതേപോലെ ഇവിടെ എഫക്റ്റീവ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ് പറഞ്ഞത്. നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വാല്യൂ എന്തായിരിക്കും? ഇങ്ങനെ ഒരുപാട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് √EN1² പ്ലസ് EN2² പ്ലസ് EN3². സോ അതിൻ്റെ എല്ലാം സ്ക്വയർ ചെയ്ത് സം ചെയ്ത് അതിൻ്റെ റൂട്ട് എടുക്കുന്ന വാല്യൂവിന് ഇക്വലൻ്റ് ആയിരിക്കും. ഇപ്പം കുറേ റെസിസ്റ്റേഴ്സ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ റെസിസ്റ്റേഴ്സ് പാരലാണെങ്കിൽ, റെസിസ്റ്റേഴ്സ് ഫോർമുല പഴയ ഫോർമുല തന്നെയാണ്, പക്ഷെ നമ്മൾ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് വാല്യൂ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്. റെസിസ്റ്റേഴ്സ് ഇൻ പാരലാണെങ്കിൽ EN² = 4 RPKTB. RP എന്തായിരിക്കും? RP is resistance, equivalent resistance of all the resistors in parallel. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? R1 പാരലൽ, R2 പാരലൽ, എക്സെട്ര എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ ഇക്വലൻ്റ് വാല്യൂ ആയിരിക്കും RP എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് വാല്യൂ IN² വാല്യൂ എന്ന് പറയുന്നത്, അത് നമ്മൾ നേരത്തെ റിലേഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നോയ്സ് കറണ്ട്, RMS നോയ്സ് കറണ്ട് എൻ്റെ ഇക്വേഷൻ, അതും ഇതുപോലെ തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. 4 × G1 G2, ഞങ്ങളുടെ IN² റിലേഷനാണ്, അതാണ് റൂട്ട് ഇടാത്തത്, പ്ലസ് എക്സെട്ര K × T × B. സോ എഫക്റ്റീവ് വാല്യൂസ് കൂടെ പഠിച്ചു വെക്കുക. ഒന്നിൽ കൂടുതൽ റെസിസ്റ്റേഴ്സ്, കാരണം തെർമൽ നോയ്സ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. സോ ആ രീതിയിലാണ് നമ്മൾ പാരലൽ സീരീസ് കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് നോയ്സ് വോൾട്ടേജും എഫക്റ്റീവ് നോയ്സ് കറണ്ട് ഇക്വേഷനും നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പാർട്ടീഷൻ നോയ്സ് ആണ്. പാർട്ടീഷൻ നോയ്സ് എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് കാണുന്നത് ട്രാൻസിസ്റ്റേഴ്സിനകത്താണ്. അതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ട്രാൻസിസ്റ്റേഴ്സിനകത്താണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നോയ്സും ഡയോഡ്സിനകത്താണെങ്കിൽ ഇത് മെയിനായിട്ടും കാണുന്നത് ഈ കറണ്ടിനൊരു ഡിവിഷൻ വരുന്നത്, അല്ലെങ്കിൽ 2 or more പാത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യേണ്ട കണ്ടീഷനിൽ വരുമ്പോഴാണ് ഈ പാർട്ടീഷൻ നോയ്സ്. സോ ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സിനകത്താണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ FETക്കകത്ത് കമ്പാരിറ്റീവ്ലി ഓൾ നോയ്സസ് കുറവായിരിക്കും. നമ്മളതുപോലെ പാർട്ടീഷൻ നോയ്സ് ഗാലിയം ആർസനൈഡ് ട്രാൻസിസ്റ്റർ FET. സോ ഇതിനകത്ത് ഗാലിയം ആർസനൈഡ് FET ട്രാൻസിസ്റ്റേഴ്സിനകത്ത് പാർട്ടീഷൻ നോയ്സ് മിനിമം ആയിരിക്കും. മെയിനായിട്ടും ട്രാൻസിസ്റ്റേഴ്സിനകത്താണെങ്കിലും ഈ ഒരു ട്രാൻസിസ്റ്ററിനകത്ത് പാർട്ടീഷൻ നോയ്സിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കും. FETസിൽ പൊതുവേ നോയ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന FETs ആണ്, കാരണം FETസിൽ നോയ്സ് വളരെ കുറവാണ്. സോ ഇതാണ് നമ്മുടെ പാർട്ടീഷൻ നോയ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ലോ ഫ്രീക്വൻസി നോയ്സ്. നമുക്ക് കുറേ നോയ്സസ് തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലോ ഫ്രീക്വൻസി നോയ്സ്, ആ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. സോ നമ്മളതിനെ ഫ്ലിക്കർ നോയ്സ് എന്നാണ് പറയുന്നത്. ലോ ഫ്രീക്വൻസി നോയ്സ് അല്ലെങ്കിൽ ഫ്ലിക്കർ നോയ്സ്. അതേപോലെ തന്നെ 1/f നോയ്സ്, പിങ്ക് നോയ്സ്, ഒരു പിങ്ക് സ്പെക്ട്രം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള നോയ്സ് ഏതാണെന്ന് ചോദിക്കാം. സോ ഇതെല്ലാം ഡിഫറെൻറ്റ് നെയിംസ് ആണ്. ലോ ഫ്രീക്വൻസി നോയ്സ്, ഫ്ലിക്കർ നോയ്സ്, 1/f നോയ്സ്, പിങ്ക് നോയ്സ്. സോ ഇതെല്ലാം ഒരെണ്ണത്തിൻ്റെ തന്നെ പേരാണ്. സോ ഞാൻ പറഞ്ഞു ലോ ഫ്രീക്വൻസിയിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു നോയ്സ് ഇൻ സെമി കണ്ടക്ടർ ഡിവൈസസ്, ഫ്ലിക്കർ നോയ്സ് ഇസ് ജനറേറ്റഡ് ഡ്യൂ ടു ഫ്ലക്ച്വേഷൻസ് ഇൻ ദ കരിയർ ഡെൻസിറ്റി. കരിയർ ഡെൻസിറ്റിക്കകത്തുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് കാരണം ഉണ്ടാവുന്ന നോയ്സാണ് ഈ ഒരു
ലോ ഫ്രീക്വൻസി നോയ്സ് എന്ന് പറയുന്നത്. Then the mean square value of the flicker noise voltage is proportional to, ഇവിടെ equations ഒന്നും പറയുന്നില്ല എങ്കിലും the mean square value of noise voltage is proportional to the direct current flowing through the device. അതുകൂടെ അറിഞ്ഞിരിക്കണം. മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ഫ്ലിക്കർ നോയ്സ് എന്ന് പറയുന്നത് കറണ്ടിന്, ഡയറക്റ്റ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ സെമി കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്ന ഡയറക്റ്റ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ലോ ഫ്രീക്വൻസി നോയ്സ് അതല്ലെങ്കിൽ ഫ്ലിക്കർ നോയ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഉണ്ടാകുന്നതിൻ്റെ റീസൺ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്ലക്ച്വേഷൻസ് ഇൻ കരിയർ ഡെൻസിറ്റി. അത് കാരണം ഉണ്ടാകുന്നതാണ് ലോ ഫ്രീക്വൻസി നോയ്സ് അല്ലെങ്കിൽ ഫ്ലിക്കർ നോയ്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വൈറ്റ് നോയ്സ് ആണ്. എന്താണ് വൈറ്റ് ഗോസിയൻ നോയ്സ്? വൈറ്റ് ഗോസിയൻ നോയ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക്ക് വരുമ്പോഴേ ഓർത്തോണം, യൂണിഫോം പവർ സ്പെക്ട്രം ഡെൻസിറ്റി അല്ലേ, അത് തരുന്ന നോയ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് നോയ്സ് ആണ്. സോ അതിൻ്റെ നമ്മൾ പവർ സ്പെക്ട്രം ഡെൻസിറ്റി വരയ്ക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് SN(f). ആ രീതിയിലാണ് പവർ സ്പെക്ട്രം ഡെൻസിറ്റി നമ്മൾ the value, it is a uniform value and it is equal to N0/2. N0/2 ആണ് അതിൻ്റെ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലെങ്കിൽ യൂണിഫോം വാല്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു ഫോർ ദ എൻറ്റയർ ഫ്രീക്വൻസി റേഞ്ച്. എൻറ്റയർ ഫ്രീക്വൻസിയിൽ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും പവർ സ്പെക്ട്രം ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ N0/2 ആയിരിക്കും. ആൻഡ് സച്ച് നോയ്സസ് ആർ നോൺ ആസ് വൈറ്റ് നോയ്സ്. അതിനൊരു എക്സാമ്പിളാണ് തെർമൽ നോയ്സ്. വൈറ്റ് നോയ്സിൻ്റെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് തെർമൽ നോയ്സിനെ പറയാം. സോ ഇതിൻ്റെ സിഗ്നൽ ടു പവർ സ്പെക്ട്രം ഡെൻസിറ്റി SN(f) എന്ന് പറയുന്നത് N0/2 and which is also equal to KT/2. സോ ഇത് വൈറ്റ് നോയ്സ് ആണ്. ദാറ്റ് ഈസ് യൂണിഫോം പവർ സ്പെക്ട്രം ഡെൻസിറ്റി. അത് ഓർത്ത് വെച്ചേക്കുക. യൂണിഫോം പവർ സ്പെക്ട്രം ഡെൻസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നോയ്സ് ആണ് വൈറ്റ് നോയ്സ്. ദെൻ ഹൈ ഫ്രീക്വൻസി നോയ്സ്. ഹൈ ഫ്രീക്വൻസി നോയ്സ് അല്ലെങ്കിൽ ട്രാൻസിറ്റ് ടൈം നോയ്സ് എന്ന് നമ്മൾ പറയും. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ്, നേരത്തെ ലോ ഫ്രീക്വൻസി നോയ്സ് പറഞ്ഞതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹൈ ഫ്രീക്വൻസി നോയ്സ് അങ്ങനെയും ചോദിക്കാം. അതിന് നമ്മൾ ട്രാൻസിറ്റ് ടൈം നോയ്സ് എന്ന് പറയും. ദേ ആർ ഒബ്സർവ്ഡ് ഇൻ സെമി കണ്ടക്ടർ ഡിവൈസസ് വെൻ ദ ട്രാൻസിറ്റ് ടൈം ഓഫ് ചാർജ് കാരിയർ വൈൽ ക്രോസിംഗ് എ ജംഗ്ഷൻ ഈസ് കമ്പയർഡ് വിത്ത് ദ ടോട്ടൽ ടൈം പീരീഡ്. സോ നമ്മളൊരു ജംഗ്ഷനിലൂടെ മെഷർ ചെയ്യുന്ന ടോട്ടൽ ട്രാൻസിറ്റ് ടൈം ഓഫ് ദ ചാർജ് കാരിയർ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൈ ഫ്രീക്വൻസി നോയ്സ് ഡിറ്റർമിൻ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ടൈം നോയ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദീസ് നോയ്സസിൻ്റെ പേര് പഠിച്ചാൽ മതി. ഹൈ ഫ്രീക്വൻസി നോയ്സ് അല്ലെങ്കിൽ വേറൊരു പേരാണ് ട്രാൻസിറ്റ് ടൈം നോയ്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ട്രാൻസിസ്റ്റേഴ്സിനകത്താണ് മെയിനായിട്ടും ഈ ട്രാൻസിറ്റ് ടൈം നോയ്സ് ഉണ്ടാക്കുന്നത്. ട്രാൻസിസ്റ്റേഴ്സിനകത്താണ് മെയിനായിട്ടും ഈ ട്രാൻസിറ്റ് ടൈം നോയ്സ് കാണുന്നത്. സോ നെക്സ്റ്റ് ഈസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോയ്സസ് പഠിച്ചു. എക്സ്റ്റേണൽ നോയ്സസ് ആൻഡ് ഇൻറ്റേർണൽ നോയ്സസ്. അതിൻ്റെ ഇൻറ്റേർണൽ നോയ്സസിൻ്റെ കുറേ ക്ലാസിഫിക്കേഷനും പഠിച്ചു. നമുക്കിനി പഠിക്കാനുള്ളത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഡെഫിനിഷൻ ഇതാണ്: സിഗ്നൽ പവർ ബൈ നോയ്സ് പവർ. തിരിഞ്ഞു പോയത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ പേരിനകത്ത് തന്നെ ഉണ്ട്. സിഗ്നൽ പവർ ബൈ നോയ്സ് പവർ ആണ് SNR എന്ന് പറയുന്നത്. ഈ നോയ്സ് ഫിഗറിൻ്റെ ഡെഫിനിഷൻ, നോയ്സ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ബൈ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിറ്റർ ഉണ്ട്. ട്രാൻസ്മിറ്ററിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് നമ്മൾ ചാനലിലോട്ടാണ് കൊടുക്കുന്നത്. ദെൻ ചാനലിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ റിസീവറിലേക്കാണ് പോകുന്നത്. സോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചാനലിൻ്റെയും റിസീവറിൻ്റെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. നമ്മളത് AM നോയ്സിനകത്തൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ നോയ്സ് ഫിഗർ എന്ന് പറയുന്നത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻപുട്ട് ബൈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഔട്ട്പുട്ട്. ദെൻ ദ മെത്തേഡ് ഓഫ് ഇൻക്രീസിങ് ദ നോയ്സ് പവർ എന്ന് പറയുന്നത് നമ്മൾ FETs, ഞാൻ നേരത്തെ പറഞ്ഞു, FETs ഉപയോഗിക്കുകയാണെങ്കിൽ ഡയോഡ്സ് ആൻഡ് FETs പ്രൊഡ്യൂസ് ലോ നോയ്സ്. സോ അതാണ് കൂടുതൽ പ്രിഫറബിൾ. നോയ്സ് ഫിഗർ ഇംപ്രൂവ് ചെയ്യുക. നോയ്സ് ഫിഗർ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂട്ടുക, അതാണ് നോയ്സ് ഫിഗർ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് FETs അല്ലെങ്കിൽ ഡയോഡ്സ് യൂസ് ചെയ്യുക. നോർമലി നോയ്സ് ഫിഗറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഐഡിയൽ വാല്യൂ ഓഫ് നോയ്സ് ഫിഗർ
equal to 0 dB. നോയ്സ് ഫിഗറിൻ്റെ ഐഡിയൽ വാല്യൂ പറയുന്നത് 0 dB ആണ്. നോയ്സ് ഫാക്ടർ യൂഷ്വലി ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെൻ അതുപോലെ തന്നെ ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ റേഞ്ച്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ റേഞ്ചസ് ഫ്രം 10 dB to 90 dB. ഇതാണ് അതിൻ്റെ യൂഷ്വൽ റേഞ്ച് എന്ന് പറയുന്നത്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോയുടെ യൂഷ്വൽ വാല്യൂസ് 10 dB to 90 dB ആണ്. നോയ്സ് ഫിഗർ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഐഡിയൽ വാല്യൂ ഓഫ് നോയ്സ് ഫിഗർ എന്ന് പറയുന്നത് 0 dB ആണ്. ദെൻ സിഗ്നൽ ടു നോയ്സ് റേഷ്യോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, VS by VN the whole square, സോഴ്സ് വോൾട്ടേജ് ബൈ നോയ്സ് വോൾട്ടേജ് the whole square. ഇങ്ങനെ ഒരു ഫോമുലയും കൂടെ ഉണ്ട്, അതുകൂടെ പഠിക്കണം. ദെൻ മെത്തേഡ് ടു ഇംപ്രൂവ് നോയ്സ് ഫിഗർ എന്ന് പറയുന്നത് യൂസിങ് ഡയോഡ്സ് ആൻഡ് FETs. സോ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നോയ്സ് ടെമ്പറേച്ചർ എന്താണെന്നാണ്. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. T is equal to F-1 into T0. സോ ഇത് ഇക്വലൻറ്റ് നോയ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇക്വലൻറ്റ് ടെമ്പറേച്ചർ ദാറ്റ് പ്രൊഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് നോയ്സ് പവർ. ആ നോയ്സ് പവർ പ്രൊഡ്യൂസ് എടുക്കുന്ന ഇക്വലൻറ്റ് ടെമ്പറേച്ചറിനെയാണ് ശരിക്കും നോയ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ഇക്വലൻറ്റ് ടെമ്പറേച്ചറിൻ്റെ ഫോമുല ഇതാണ്, F-1 into T0. F എന്ന് പറയുന്നത് ആ നോയ്സ് ഫിഗറാണ്. സോ നെക്സ്റ്റ് വൺ, ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. T is equal to F-1 into T0. ദെൻ നോയ്സ് ഫിഗർ ഓഫ് കാസ്കേഡഡ് സ്റ്റേജസ്. ഇപ്പം നമുക്ക് കുറേ സ്റ്റേജസ് G1 നമ്മൾ കുറേ സ്റ്റേജസ് നമ്മളിങ്ങനെ കാസ്കേഡായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓരോ സ്റ്റേജസിൻ്റെയും ഗെയിൻ നമുക്ക് G1, G2, G3 ഇങ്ങനെ കുറേ സ്റ്റേജസ്, ഓരോ സ്റ്റേജിൻ്റെയും നമുക്ക് ഗെയിനും തന്നിട്ടുണ്ട്. ആ ഗെയിനും തന്നിട്ട് നമുക്ക് അതിൻ്റെ നെറ്റ് ഇക്വലൻറ്റ് നോയ്സ് ഫിഗർ കണ്ടുപിടിക്കാനുള്ളൊരു ഫോമുലയുണ്ട്. സോ നോയ്സ് ഫിഗർ ഓഫ് കാസ്കേഡ് സ്റ്റേജസ്. അപ്പം നെറ്റ് നോയ്സ് ഫിഗറിൻ്റെ ഇക്വേഷൻ F is equal to F1 plus F1 means ഫസ്റ്റ് സ്റ്റേജിൻ്റെ നോയ്സ് ഫിഗർ പ്ലസ് F2 minus 1 into G1 for second noise figure minus 1 by gain of first stage plus F3 minus 1 by G1 G2 plus etc. അടുത്ത സ്റ്റേജ് എന്ത് വരും, F4 minus 1 by G1 G2 G3. അപ്പം ഇങ്ങനെ ഒരു ഫോമുലയാണ് നമ്മൾ നോയ്സ് ഫിഗറിന് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. F is equal to F1 plus F2 minus 1. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. F1 plus F2 minus 1 by G1 G2 G3 etc. are the gain of each stages. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്രിസ് ഫോർമുല എന്നാണ്. ഫ്രിസ് ഫോർമുല. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ഈ നോയ്സ് ഫിഗർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഫസ്റ്റ് 2 സ്റ്റേജസ് വെച്ചിട്ടാണ് നോയ്സ് ഫിഗർ യൂഷ്വലി ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇത് n നമ്പർ ഓഫ് സ്റ്റേജസ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇത് പഠിച്ചോണം. നെക്സ്റ്റ്, ദ ഇക്വലൻറ്റ് നോയ്സ് ടെമ്പറേച്ചർ ഓഫ് ആംപ്ലിഫയേഴ്സ് ഇൻ കാസ്കേഡ്. സോ വീണ്ടും നമ്മൾ കാസ്കേഡായിട്ട് കുറേ ആംപ്ലിഫയേഴ്സ് കണക്ട് ചെയ്തുവാണെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് ടെമ്പറേച്ചർ, so that value will be equal to T equivalent of 1, first stage in the equivalent temperature plus second stage in the equivalent temperature by gain of first stage plus equivalent temperature of third stage by gain of product of gain of first and second plus etc. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വലൻറ്റ് നോയ്സ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത്. സോ ദ ഇക്വലൻറ്റ് നോയ്സ് ടെമ്പറേച്ചർ ഓഫ് ആംപ്ലിഫയേഴ്സ് ഇൻ cascade, the net equivalent value of temperature T equivalent is equal to T equivalent of 1 plus T equivalent of 2 by gain of first stage plus T equivalent of 3 by product of gain of first stage and second stage, that is G1 and G2. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇക്വലൻറ്റ് നോയ്സ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് നോയ്സ് ഫാക്ടർ എന്താണ്? നമുക്കത് കുറേ എല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നോയ്സ് ഫാക്ടർ, നോയ്സ് ഫിഗർ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, ഇത് കൺഫ്യൂഷൻ ആവരുത്. നോയ്സ് ഫാക്ടർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, നോയ്സ് ഫാക്ടർ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. നോയ്സ് ഫാക്ടർ ഈസ് ഈക്വൽ ടു സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ
സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ഔട്ട്പുട്ട് എന്ന് പറയാറുണ്ട്. ഇതിനെ നമുക്ക് ഔട്ട്പുട്ട് നോയ്സ് പവർ, ഇത് രണ്ടാമത്തെ റിലേഷനാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഔട്ട്പുട്ട് നോയ്സ് പവർ ബൈ ഇൻപുട്ട് നോയ്സ് പവർ എന്താണ്? ഔട്ട്പുട്ട് നോയ്സ് പവർ ബൈ ഇൻപുട്ട് നോയ്സ് പവർ. സോ ഇത് നോയ്സ് തമ്മിലുള്ള ഈ റിലേഷനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ഔട്ട്പുട്ട് നോയ്സ് പവർ ബൈ ഇൻപുട്ട് നോയ്സ് പവർ, ഇതാണ് നോയ്സ് ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ. സോ ആ നോയ്സ് പവറിൻ്റെ ഒരു റേഷ്യോ ആണ് ശരിക്കും നോയ്സ് ഫാക്ടർ. സോ നോയ്സ് ഫാക്ടർ ആൻഡ് നോയ്സ് ഫിഗർ, നമ്മൾ നോയ്സ് ഫാക്ടറിനെയും നോയ്സ് ഫിഗറിനെയും കൂടെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കാം. നോയ്സ് ഫിഗർ ഈക്വൽ ടു 10 log noise factor. So noise figure is equal to 10 log noise factor. ഇതാണ് ഫോർമുല. നിങ്ങൾക്ക് നൊട്ടേഷൻസ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ നോയ്സ് ഫിഗർ എന്ന് പറയുന്നത് 10 log നോയ്സ് ഫാക്ടർ ആണ്. സോ ഈ രീതിയിൽ നമുക്ക് അതിന് തമ്മിൽ നോയ്സ് ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയും അറിഞ്ഞിരിക്കണം. then നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. Noise is added to a signal in a communication system at the receiving end, at the transmitting end, in the channel during regeneration of the information. So ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചാനലിലാണ് നോയ്സ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഡ് ആവുന്നത് എവിടെയാണ്? ചാനലിലാണ്. The noise due to the random behavior of ചാർജ് ക്യാരിയേഴ്സ് നമുക്ക് അതറിയാവുന്നതാണ്. ഇതാണ് ഷോർട്ട് നോയ്സ് ആണ്. സോ ഇതേപോലെ നമുക്ക് നോയ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ നോയ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ദെൻ നോയ്സ് ടെമ്പറേച്ചർ എന്താണ്, ഇക്വലൻറ്റ് നോയ്സ് ടെമ്പറേച്ചർ വാല്യൂ പഠിച്ചു, നോയ്സ് ഫാക്ടർ എന്താണെന്ന് പഠിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോയ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.